ആരും കൂട്ടിനില്ല എന്നോർത്ത് പേടി തോന്നിയിട്ടുണ്ടോ? ചിത്രത്തിലെ ഈ കൊച്ചുകുട്ടിയെ കണ്ടോ? അവൻ ഒറ്റയ്ക്കാണ്, പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. യഹോവയുടെ കൂട്ടുകാരായിരുന്ന ചില മുതിർന്ന ആളുകൾക്ക് പോലും തനിച്ചാണെന്നുള്ള തോന്നലും പേടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരിൽ ഒരാളാണ് ഏലിയാവ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥ കേട്ടാലോ? പണ്ട് യേശു ജനിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഏലിയാവ്. അന്നത്തെ ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബ് സത്യദൈവമായ യഹോവയെ ആരാധിച്ചിരുന്നില്ല. ആഹാബും ഭാര്യ ഇസബേൽ രാജ്ഞിയും വ്യാജദൈവമായ ബാലിനെയാണ് ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് ഇസ്രായേലിലെ മിക്ക ആളുകളും ബാലിനെ ആരാധിച്ചു തുടങ്ങി. ഇസബേൽ രാജ്ഞി മഹാദുഷ്ടയായിരുന്നു. ഏലിയാവിനെയും യഹോവയെ ആരാധിക്കുന്ന മറ്റ് എല്ലാവരെയും കൊന്നുകളയാൻ അവൾ ആഗ്രഹിച്ചു. ഏലിയാവ് അപ്പോൾ എന്തു ചെയ്തെന്ന് അറിയാമോ? ഏലിയാവ് ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയി ദൂരെയുള്ള ഒരു മരുഭൂമിയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം വല്ലാതെ ഭയന്നുപോയി. പക്ഷേ ഏലിയാവിന് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം യഹോവ സഹായിക്കാൻ കഴിവുള്ള ദൈവമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മുമ്പ് യഹോവയുടെ ശക്തി ഏലിയാവ് കണ്ടതാണ്. ഒരിക്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ആകാശത്ത് നിന്ന് തീ ഇറക്കിക്കൊണ്ട് ഉത്തരം നൽകി. അത്ര ശക്തനായ യഹോവ ഇപ്പോഴും ഏലിയാവിനെ സഹായിക്കുകയില്ലേ? ഏലിയാവ് ഗുഹയിലിരിക്കുമ്പോൾ യഹോവ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? ഏലിയാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു, നിന്നെ ആരാധിക്കുന്നവരിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ഭയമാകുന്നു. അവർ എന്നെ കൊന്നുകളയും. യഹോവയുടെ മറ്റു ദാസന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് ഏലിയാവ് വിചാരിച്ചത്. അപ്പോൾ യഹോവ പറഞ്ഞു, അങ്ങനെയല്ല, എന്നെ ഇപ്പോഴും ആരാധിക്കുന്ന 7000 പേർ വേറെയുണ്ട്. ധൈര്യമായിരിക്കൂ, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നീ ഇനിയും ചെയ്യാനുണ്ട്. ഇത് കേട്ടപ്പോൾ ഏലിയാവിന് എത്ര സന്തോഷമായി കാണും അല്ലേ? ഏലിയാവിൻ്റെ കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്, പേടിക്കുകയും അരുത്. യഹോവയോടും നിങ്ങളോടും സ്നേഹമുള്ള ധാരാളം പേർ കൂട്ടുകാരായി ഉണ്ടാകും. മാത്രമല്ല യഹോവയ്ക്ക് വളരെ ശക്തിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും യഹോവ നിങ്ങളെ സഹായിക്കും.